അപ്പൊ എന്റെ ഒപ്പം ഉള്ളത് അൽഫജറിലെ പ്രിൻസിപ്പൽ മാം രഹന മാം ആണ്. ഗുഡ് മോർണിംഗ് മാം. പ്രീ സ്കൂളുകളിൽ ഒരിക്കലും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്പീച്ച് തെറാപ്പി. അപ്പൊ ഈ സ്പീച്ച് തെറാപ്പി അൽഫജറിൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്തായിരിക്കും? സ്പീച്ച് തെറാപ്പിയുടെ ഒരു അനിവാര്യത നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കോവിഡിന് ശേഷം ഞങ്ങൾക്ക് ഓരോ വർഷവും ഒരു 3 സ്റ്റുഡൻസ് 4 സ്റ്റുഡൻസ് സ്പീച്ച് ഡിലേ ആയിട്ട് വരാറുണ്ട്. അപ്പൊ പാരന്റ്സ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കുട്ടികളുടെ ഹിസ്റ്ററി എടുക്കും. അങ്ങനെ എടുത്ത് നോക്കിയതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 2 ഇയേഴ്സ് വരെ കുട്ടികളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു 2 ഇയേഴ്സിന് ശേഷമാണ് കുട്ടികളിൽ ഇങ്ങനെ ഒരു സ്പീച്ച് ഡിലേ വരുന്നത്. ശരിക്കും അവരുടെ നോട്ടത്തിൽ വ്യത്യാസം വരും. പിന്നെ അവര് ആക്ഷൻസ് ആണ് വേർഡ്സിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടതിന്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് അതിനെ കുറിച്ചിട്ട് ഒരു സ്റ്റഡി പോലെ നമ്മൾ ചെയ്തു നോക്കി. അപ്പൊ കുറച്ച് പാരന്റ്സിന്റെ അടുത്ത് നിന്നൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് എടുത്ത് ഈ കുട്ടികളുടെ റിപ്പോർട്ട്, സൈക്കോമെട്രിക് ടെസ്റ്റ് നടത്തിയ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതിൽ നമുക്ക് മനസ്സിലായത് ഈ 2 വയസ്സ് കഴിയുമ്പോഴാണ് കുട്ടികളിൽ സോഷ്യൽ ആ ഇമോഷണൽ ഡെവലപ്മെന്റ് നടക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ആ 2 വയസ്സായ സമയത്ത് കുട്ടികൾക്ക് പിയർ ഗ്രൂപ്പ്സ് ആയിട്ട് മിങ്കിൾ ചെയ്താലാണ് ഇവരിൽ ഈ സോഷ്യൽ ഡെവലപ്മെന്റ് സാധ്യമാവുള്ളൂ. പക്ഷെ അവർക്ക് വീട്ടില് ഇന്നത്തെ സിറ്റുവേഷൻസിൽ പാരന്റ്സ് ജോലിക്ക് പോകുന്ന പാരന്റ്സ് ആണ്. അതുപോലെ തന്നെ സിബ്ലിങ്സ് ഇല്ല. ചിലവർക്ക് സിബ്ലിങ്സ് ഇല്ല, ചിലർക്ക് സിബ്ലിങ്സ് ഒന്നോ രണ്ടോ അവര് പഠിക്കാൻ പോവുകയാണ്. ചില കുട്ടികളെ മെയ്ഡാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് മറ്റു കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുന്നതിന് പകരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിന് പകരം ഇവര് സ്ക്രീനിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പക്ഷേ കുട്ടികളിൽ ഈ 2 വയസ്സ് കഴിയുമ്പം ഇങ്ങനെ ഒരു സ്പീച്ച് ഡിലേ വന്നിട്ട് അത് ലീഡ് ചെയ്യുന്നത് ADHD, ഓട്ടിസം പോലുള്ള കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ തോന്നി. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അൽഫജറില് ടോഡ്ലേഴ്സ് എന്നുള്ള ഒരു സെഷൻ 2 വയസ്സുകാർക്ക് സ്റ്റാർട്ട് ചെയ്തതും അതോടൊപ്പം തന്നെ നമ്മളൊരു സ്പീച്ച് തെറാപ്പി സെഷനും ആരംഭിച്ചു. അതായത് നോർമലായിട്ട് ജനിക്കുന്ന ഒരു കുട്ടി 2 വയസ്സിന് ശേഷം അവന് ഈ ഒരു വ്യത്യാസം കണ്ടുവരുന്നത്. അതെ അതെ, കാരണം അവർക്ക് എൻവയോൺമെന്റിൽ ആക്ട് ചെയ്യുന്നു. ആ എൻവയോൺമെന്റ് ആണ് നമ്മൾ അൽഫജറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പാരന്റ്സിന് തന്നെ തിരിച്ചറിയാൻ പറ്റും ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കുട്ടി പോണേന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം? 2 വയസ്സിന് ശേഷമാണ് പാരന്റ് ഇത് തിരിച്ചറിയുന്നത്. കുട്ടികളുടെ നോട്ടത്തിലുള്ള ഒരു വ്യത്യാസം വരുമ്പോഴും ഇതുപോലെ ഇവർക്ക് ഇപ്പൊ വെള്ളം വേണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരും ആക്ഷനെ കാണിക്കുന്നത്. എനിക്ക് വെള്ളം വേണം എന്നുള്ള സെന്റൻസ് പറയാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. ഒരു 3 ഇയേഴ്സ് ആകുമ്പോഴും പറ്റുന്നില്ല. അങ്ങനെ വേറെ ഈ 3 ഇയേഴ്സ് ഉള്ള കുട്ടികളെ തന്നെ കാണുമ്പം പാരന്റ് കമ്പയർ ചെയ്യുമ്പോഴാണ് എന്റെ കുട്ടിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവര് പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യും. അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോയിട്ടാണ് കുട്ടികളിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം സ്പീച്ച് ഡിലേയുടെ ഭാഗമായിട്ട് വരുന്നത് കാണുന്നത്. അപ്പൊ പാരന്റിന് സ്വാഭാവികമായിട്ടും അവര് തെറപ്പി സജസ്റ്റ് ചെയ്യും. അപ്പൊ തെറപ്പി സജസ്റ്റ് ചെയ്യുമ്പോ സ്കൂൾ ടൈമിങ്ങിൽ തന്നെ അവർക്ക് തെറപ്പിക്ക് കൊണ്ടുപോകണം, ആ സെഷൻസ് അവിടെ ഇരിക്കണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പാരന്റ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിങ്ങിനോടൊപ്പം തന്നെ നമ്മളിങ്ങനെ അൽഫജറിലെ സ്പീച്ച് തെറപ്പി സെഷനും കൂടി സ്റ്റാർട്ട് ചെയ്ത്. അതായത് സ്പീച്ച് തെറാപ്പിയുടെ ഒപ്പം അവരുടെ പിയർ ഗ്രൂപ്പ് ആയിട്ട് കൂടി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടി പെട്ടെന്ന് ബെറ്റർ ആയി. അതാണ് നമ്മളിപ്പോ ലൈവായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്പീച്ച് തെറപ്പി തുടങ്ങിയതിന് ശേഷം ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് കുട്ടികളിൽ നമ്മൾ കാണുന്നത്. കാരണം നേരത്തെ ഉള്ള ഒരു പാരന്റ് സ്പീച്ച് തെറപ്പിക്ക് കൊണ്ടുപോകുമ്പോൾ തെറപ്പിസ്റ്റ് പാരന്റിന് കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് പാരന്റും തെറപ്പിസ്റ്റും മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ സ്കൂൾ സെറ്റിംഗ്സിൽ ഇത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറപ്പിസ്റ്റ് അത് ടീച്ചേഴ്സിലേക്ക് തരും. ടീച്ചേഴ്സും കൂടി അവിടെ അക്കാഡമിക്സിന്റെ ആ ടൈമിലൊപ്പം തന്നെ കുട്ടികൾക്ക് തെറപ്പിയുടെ എന്താണോ തെറപ്പിസ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അത് നമ്മൾ ചെയ്യും. അത് നേരെ പാരന്റിലേക്ക് പോകുമ്പോൾ തെറപ്പിസ്റ്റ്, ടീച്ചർ, പാരന്റ് ഈ 3 ഇതിലേക്കും കൂടി പോകുമ്പോൾ കുട്ടികളിൽ പെട്ടെന്ന് നല്ല ചേഞ്ചസ് വരുന്നു. പിന്നെ ഒരു സംശയം പറഞ്ഞാൽ കുട്ടികളിൽ നമുക്ക് അവരുടെ സ്പീച്ച് ഡിലേ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എത്ര വയസ്സോടെയാണ് കുട്ടികൾ നന്നായി സംസാരിച്ചു തുടങ്ങുന്നത്? അവരുടെ ഫസ്റ്റ് വേർഡ് ഉപയോഗിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്? അതൊക്കെ പാരന്റ്സിന് ഒരു കൺഫ്യൂഷനാണ്. ഫസ്റ്റ് പാരന്റ് ആവുമ്പോൾ നമ്മുടെ ഫേസ് ചെയ്യണ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ്. അതായത് ഒരു കുട്ടി 6 മന്ത്സ് 3 മന്ത്സ് തുടങ്ങിയിട്ട് ബാബ സൗണ്ട്സ് പുറപ്പെടുവിക്കും. അതിനുശേഷം അവൻ സ്ലോലി വേർഡ്സിലേക്ക് കൺവേർട്ടഡ് ആവും. ഒരു 2 വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കിനും 200 300 അപ് ടു അത്രയും വേർഡ്സ് കുട്ടികളുടെ ബ്രെയിനിൽ വരണം. അതൊരു മദർ എന്തായാലും ഒരു പാരന്റ് ഒബ്സർവ് ചെയ്യണം. എന്റെ കുട്ടി പുതിയ പുതിയ വേർഡ്സ് എടുക്കുന്നുണ്ടോ വേഗം, അല്ലെങ്കിൽ എന്റെ കുട്ടി ഇത്രയും വൊക്കാബുലറി എന്റെ കുട്ടി യൂസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാരന്റ് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് അതില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുള്ള ആക്ഷൻ എടുക്കണം. 2 വേർഡ് ജോയിൻ ചെയ്തിട്ട് അവര്
വെള്ളം വേണം അങ്ങനെ പറയാനായിട്ടുള്ള ആ ഒരു ഇത് 3 വയസ്സാകുമ്പോഴേക്കും കുട്ടികളിലേക്ക് എത്തണം. അവന്റെ നീഡ് അവന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. നീഡ്സ് എക്സ്പ്രസ് ചെയ്യാതെ പറ്റാതെ വരുമ്പോഴാണ് കുട്ടികളുടെ അഗ്രസീവ്നെസ് നേച്ചറിലേക്ക് പോകുന്നതും അത് അവരുടെ ക്യാരക്ടറിനെ അഫക്ട് ചെയ്ത് ഇതേപോലെയുള്ള ഓട്ടിസം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത്. ഓക്കെ, താങ്ക് യു മാം. അപ്പോ ഇതുപോലെ നല്ലൊരു സെഷനാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ പാരന്റ്സ് ഏറ്റവും കൂടുതൽ ഇപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു ഫാദർ ആൻഡ് മദർ എപ്പോഴും ഫേസ് ചെയ്യുന്നതാണ്. എപ്പോഴും നമ്മുടെ കുട്ടികൾ ഏറ്റവും നല്ല ബെറ്റർ ആവണം എന്ന് ചിന്തിക്കുന്നവരാണ്. കുട്ടികൾക്ക് അവരുടെ അറ്റൻഷൻ കിട്ടാതെ വരുമ്പോഴാണ് കൂടുതലും ഇത് സംഭവിക്കുന്നത് അല്ലേ? ഗ്രാൻഡ് പാരന്റ്സിന് നല്ലൊരു റോൾ ഇല്ലേ ഇതില്? തീർച്ചയായിട്ടും ഗ്രാൻഡ് പാരന്റ്സിനുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി പിയർ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള മിംഗ്ലിംഗ് ആണ്. കാരണം ഇമിറ്റേഷൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഏജാണ് ഈ 2 years എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പിയർ ഗ്രൂപ്പ്സിനെ കണ്ടിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. അതേ വേർഡ്സ് തന്നെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യും, അതേ ആക്ഷൻസ് ഇവരെടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പിയർ ഗ്രൂപ്പ്സ് തന്നെയാണ്. ടോഡ്ലേഴ്സ് ഏറ്റവും നല്ലൊരു സെഷനാണ്. അതെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടാണ് ടോഡ്ലേഴ്സ് എടുത്തിരിക്കുന്നത്. റിറ്റൻഡ് ആക്ടിവിറ്റീസിലൂടെ കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യിക്കുക എന്നുള്ള ഒരു പോളിസിയാണ് നമ്മൾ അവിടെ ഇതാക്കിയിരിക്കുന്നത് ടോഡ്ലേഴ്സിൽ. അപ്പൊ പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളുടെ കുട്ടിക്ക് 3 വയസ്സായിട്ട് ഒരു അക്കാഡമിക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ പോകരുത്. ഇന്നത്തെ സിറ്റുവേഷൻസിൽ കുട്ടികൾക്ക് ന്യൂക്ലിയർ ഫാമിലി ആണ്, പിന്നെ അവർക്ക് പിയർ ഗ്രൂപ്പ്സ് ആയിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അവർ സ്ക്രീനിലേക്ക് പോകാതെ അവരെ ആ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ആകണം 2 yearsൽ തന്നെ നല്ലൊരു എൻവയൺമെന്റ് നമ്മൾ ടോഡ്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് അൽഫജറിലുണ്ട്. അപ്പൊ എല്ലാവരും എത്രയും വേഗം നമ്മുടെ കുട്ടികൾക്ക് ടോഡ്ലേഴ്സിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികളെ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് ലീഡ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം.